ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രാഷ്ട്രീയ വിഷയങ്ങൾക്കുമപ്പുറം ഏലിയസ് ജോൺ ചോദിച്ച ചോദ്യമാണ്. അവിടെ ഒരു ചായക്കടക്കാരന് പോലും കാര്യമായ വരുമാന വർധനം ഉണ്ടാവാത്ത രീതിയിൽ ഒരു പ്രോജക്റ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇനി 3 വർഷം കഴിയുമ്പോൾ മാറ്റമുണ്ടാകുമായിരിക്കും. പക്ഷേ അപൂർണമായ അല്ലെങ്കിൽ പൂർണ്ണ വളർച്ചയെത്താത്തൊരു കുഞ്ഞിൻ്റെ താലിച്ചരടാണോ ഈ ചരടുകെട്ടാണോ ഇന്ന് പ്രധാനമന്ത്രി നിർവഹിച്ചത്? അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. 650-700 കിലോമീറ്റർ നീളം വരുന്ന ഒരു ദേശീയപാത പൂർത്തിയാക്കാനും മലയോരപാത പൂർത്തിയാക്കാനും തീരദേശപാത പൂർത്തിയാക്കാനും കേരളത്തിലെ 30,000 കിലോമീറ്റർ റോഡുകൾ ഉന്നത നിലവാരത്തിൽ നടപ്പാക്കാനും കഴിഞ്ഞ പിണറായി സർക്കാരിന് 1.5 കിലോമീറ്റർ റോഡ് പൂർത്തിയാക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? എന്താ തടസ്സം? ആ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത പറയാം. ആ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറയാം. 3 ഘട്ടങ്ങളായിട്ടാണ് ആ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് 1-ാം ഘട്ടം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കപ്പൽച്ചാലിലൂടെ വരുന്ന ചരക്കുകൾ അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ അവിടുന്ന് തന്നെ കയറ്റിവിടുന്ന പദ്ധതിയാണ് നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് ദേശീയപാത കൂടി പൂർത്തിയായെങ്കിൽ മാത്രമേ അതിൻ്റെ ഫുൾ ടാപ്പിംഗ് നടക്കുകയുള്ളൂ. ആ ദേശീയപാത നിർമ്മാണം പൂർണ്ണമാകുന്ന ഘട്ടത്തിലല്ലാതെ ഈ കണ്ടെയ്നറുകളും ലോറിയും കൂടി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 30 മീറ്റർ റോഡിലൂടെ കേരളത്തിലൂടെ പോയാൽ ഇവിടെ മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് കേരളത്തിലെ ദേശീയപാത പൂർത്തിയാവുക, മലയോരപാത പൂർത്തിയാവുക, തീരദേശപാത പൂർത്തിയാവുക എന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ നിന്നും ഇത്തരം കണ്ടെയ്നറുകൾ പുറത്തേക്ക് കൊണ്ടുവന്ന് അത് ചരക്ക് ഗതാഗതം കൈകാര്യം ചെയ്യുന്ന ലോജിസ്റ്റിക്കിൻ്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുക. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്ത കാര്യം എന്താണ്? എന്നാണോ പദ്ധതി പൂർത്തിയാക്കേണ്ടത് അവിടുന്ന് 20-25 കൊല്ലം മുമ്പിലേക്ക് പദ്ധതിയെ കൊണ്ടുവന്നിരിക്കുന്നു. രണ്ടാമത് ചെയ്തിരിക്കുന്നത് 2028 പദ്ധതി പൂർത്തിയാക്കുന്നു എന്ന് കണക്കാക്കിക്കൊണ്ട് 2028 മുമ്പ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിക്കാൻ റെയിൽവേക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞു. സർക്കാർ പണം മുടക്കുകയാണ്. അതുപോലെ തന്നെ 1.5 കിലോമീറ്റർ റോഡ് പണിയാൻ വേണ്ടി ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കി. നമ്മളൊരു 1.5 കിലോമീറ്റർ റോഡ് പണിയാൻ കേരളത്തിൽ എത്ര സമയം വേണം? പക്ഷെ പ്രശ്നം എന്താണ്? അതിങ്ങോട്ട് കടത്തിക്കൊണ്ട് വന്നാൽ ബാക്കി നമ്മുടെ ദേശീയപാതയ്ക്ക് ഇപ്പം താങ്ങാനാവുന്ന വിധം ദേശീയപാത നിർമ്മാണം പൂർത്തീകരിക്കാതെ നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. പിണറായി വിജയൻ ഗവൺമെന്റ് കേരളത്തിൽ ചെയ്ത ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് മനസ്സിലാക്കുക. ദേശീയപാതയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തിയിട്ടും 5,250 കോടി രൂപ 6,250 കോടി രൂപ മുടക്കിയത് എന്തിനാണെന്നറിയാമോ? വിഴിഞ്ഞം ടാപ്പ് ചെയ്യാനാണ്. വിഴിഞ്ഞം ടാപ്പ് ചെയ്യാൻ ദേശീയപാതയെ വികസിപ്പിച്ച് മലയോരപാതയും തീരദേശപാതയും ഉണ്ടാക്കുന്ന പിണറായി സർക്കാരിനാണ് ഭാവന. അതുകൊണ്ട് ഉമ്മൻചാണ്ടി കല്ലിട്ടടത്തല്ല വിഴിഞ്ഞം നിൽക്കുന്നത്. വിഴിഞ്ഞം വിശ്വത്തോളം വളരുന്ന വിഴിഞ്ഞമായി മാറും തരത്തിൽ പിണറായി സർക്കാർ അതിനെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പാക്കേജായി ഇതിനെ കാണണം. ദേശീയപാതയും മലയോരപാതയും തീരപാതയും ഉൾപ്പെടെ ഒരു പാക്കേജായി കാണണം. ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. നിങ്ങൾ ശബർ റെയിൽ ആരംഭിച്ചേ, ആ ശബർ റെയിൽ നേരെ വന്ന് വിഴിഞ്ഞത്തേക്ക് വരാമല്ലോ നെടുമങ്ങാട് വഴി. എന്തായിരിക്കും കേരളത്തിന്റെ റെയിൽവേ വികസനം? അപ്പോൾ ഇവിടെ യുവരാജ് ഗോകുലിനോട് ഞാൻ പറയുകയാണ്, കേന്ദ്ര സർക്കാർ കേരളത്തിന് എയിംസ് തരാത്ത പോലെ തീവണ്ടിപ്പാതയും തരത്തില്ല, വയനാടിന് പൈസ തരാത്ത പോലെ വിഴിഞ്ഞത്തിനും പൈസ മുടക്കത്തില്ല. ബഹുമാനപ്പെട്ട അരുൺകുമാർ ചോദിച്ചല്ലോ, 71 പദ്ധതികൾ 70 എണ്ണത്തിനും BGF എന്ന് പറയുന്ന ഗ്രാൻഡാണ്. മറുപടി കിട്ടിയോ? നിങ്ങൾ ഏതോ ഒരു കുളച്ചലിലേക്ക് പോകാതെ ഇവിടെ നിൽക്കുക. കുളച്ചൽ യുദ്ധം പിന്നെ നടത്താം, ഇവിടെ നിൽക്ക്. 70 എണ്ണത്തിന് നിങ്ങൾ ഗ്രാൻഡായിട്ട് കൊടുത്തു. അപ്പം കേന്ദ്രത്തിൻ്റെ സർക്കാരിൻ്റെ കയ്യിലേക്ക് ഫണ്ട് തിരിച്ചു വരുന്നുണ്ടോ 70 എണ്ണത്തിൽ? എന്താ ബി ജെ പിക്കാരന് മലയാള അലർജിയാണ്. മുണ്ടുടുക്കാനും മുണ്ട് കുത്താനും പിന്നെ തെറി പറയാനും പച്ചത്തെറി പറയാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ കോമാളി നേതാവിനോട് ഇന്ന് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ഈ കോമാളിത്തരത്തെ വെച്ച് കുറിപ്പിക്കില്ല. അതാണ് ഞങ്ങളുടെ വാദം. യുവരാജ് ഗോകുൽ മറുപടി. അല്ല, ഈ കീലേരി അച്ചു ചമഞ്ഞ് കോമാളിത്തരവും ഗുണ്ടായുസും ഒക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ട് അനിൽകുമാർ. എനിക്ക് ഇന്ദ്രനെ പേടിയില്ല, ചന്ദ്രനെ പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കീലേരി അച്ചു കളിച്ച് നടക്കുന്ന ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് അങ്ങ് പോയി കോമാളിത്തരവും മുണ്ടുമടക്കി കുത്തലും ഒക്കെ അവിടെ പോയി പറഞ്ഞാൽ മതി. കേരളത്തിന്റെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവിനെ ഞാൻ ചവിട്ടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊച്ചു പിള്ളേർ 3-ാം ക്ലാസ്സിൽ അടിയുണ്ടാക്കുന്ന പോലെ നീ എന്നെ കുത്തി, ഞാൻ നിന്റെ കണ്ണിയിട്ട് കുത്തി എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി റെയിൽവേയുടെ വികസനത്തിന്റെ കാര്യം സാറേ, ഈ തിരുവനന്തപുരം മുതൽ നമ്മുടെ കന്യാകുമാരി സെക്ടർ വരെ നാഗർകോവിൽ വരെയുള്ള റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് വേണ്ടിയിട്ട് റെയിൽവേ തന്നിട്ടുള്ള കാശ് എന്ത് ചെയ്ത് സാറേ ഒന്ന് പറഞ്ഞുതരാമോ?
ആ കാശെടുത്ത് വകമാറ്റി ചെലവഴിച്ചു എന്നാണ് റെയിൽവേ പറയുന്നത്. ആ കാശ് തന്ന കാശിന് ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബാക്കി പണിക്കുള്ള പൈസ അവർ തരത്തുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ റെയിൽവേ വികസനം മുരടിച്ച് കിടക്കുകയാണ്. അനിൽകുമാർ സഖാവിന് വല്ലതും അറിയോ അതിനെ കുറിച്ചിട്ട്? അപ്പൊ ആദ്യം പോയിട്ട് ആ പൈസ എടുത്ത് എവിടെ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള കാര്യമൊക്കെ അങ്ങ് അന്വേഷിച്ചിട്ട് വരിക. അതിനുശേഷം റെയിൽവേ കൃത്യമായിട്ട് ബോധിപ്പിക്കുക. അപ്പൊ ബാക്കി കാര്യങ്ങൾ നടന്നോളൂ സാർ. Debate with Dr. Arun Kumar.